ആഗ്രഹമില്ല അല്ലേ? അവിടെ തന്നെ വേണം, കിടന്നിട്ട് നല്ല രസമുണ്ട്. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ആസ്ക് വേണു ചേട്ടാ. സോമു വളരെ നന്നായിരുന്നു. സോമു കൺവിൻസിംഗ് ആയിരുന്നു. എന്ത് പാടുന്നു അതിനോടൊരു വിശ്വാസം പുലർത്തിക്കൊണ്ടാണ് സുമു ചെയ്യുന്നത്. പിന്നെ ഒന്ന് രണ്ട് നോട്ട്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് ആ ദൂരെ ദൂരെ നവലോക കാഹളം തന്നെ താഴേക്ക് വരുന്ന സ്ഥലത്ത് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്താണ് അവിടെ താഴോട്ട് വരുമ്പോഴുള്ള ആ ഒരു വിശ്വാസം ഇല്ലായ്മ ശബ്ദത്തിലുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, സാധാരണ എപ്പോഴും സോമുന് പറ്റുന്ന ഒരു പ്രശ്നം ഇതിനകത്ത് പറ്റിയില്ല. ലിറിക്സിന് ഒരു ക്ലാരിറ്റി ഒരിക്കലും ഉണ്ടാവില്ല. ലിറിക്സ് ക്ലാരിറ്റിയോടുകൂടി പാടുകയാണെങ്കിൽ മിക്കവാറും അത് പലയിടത്തും ഒരേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യും. അനുപല്ലവി തന്നെ ചരണത്തിലൊക്കെ വന്നു. അതുണ്ടായില്ല കേട്ടോ തവണ. നന്നായിരുന്നു സോമു. താങ്ക് യു വേണു ചേട്ടാ. ദീദി. സോംദാസ്, ഹായ്. ரொம்ப நன்னா பாடினேன். வெரி குட், வெரி வெரி குட். ஓகே, நைஸ் கான்செப்ட், வெரி பேஷனட் அண்ட் வெரி எனர்ஜெட்டிக். ரொம்ப நல்ல பெர்ஃபார்மன்ஸ் ഉണ്ടായിരുന്നു. You had a great supporting chorus. அதுவும் it added to the whole thing. And second channel I felt that word chushanam was a bit flat. கொஞ்சம் flat இருந்தது. But when the support came, it was fine. ரொம்ப நல்லா. I loved your performance on that. ரொம்ப நல்லா இருந்தது. Thank you so much. Didi, Sharat sir. സോംദാസ് സാർ, നല്ല രസമുണ്ടായിരുന്നു സോംദാസ്. താങ്ക് യു സർ. ചെങ്കോടി നാനാനാനി അല്ലേ? ചെങ്കോടി താനാന പാസനി അല്ലേ? വലിയ നിഷാദം അല്ലേ ഇത്? അപ്പൊ അതെന്താണ് പാടാണ്ടിരുന്നത്? ചെങ്കൊടി പാറണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? പിന്നെ മറന്നുപോയി. അതൊക്കെ അങ്ങനെ ആയിപ്പോയി. ചിലര് കല്യാണം കഴിച്ചിട്ടൊക്കെ ചോദിക്കുന്ന പോലെ കെട്ടിപ്പോയി സാറെന്ന്. അങ്ങനൊന്നും ആവരുത് കേട്ടോ സോമേ, കേട്ടോ. ആ കാഹളം കേട്ടുവോ എന്നുള്ളത് കുട്ടും കേട്ടിട്ടില്ല. അതൊന്ന് പാടുവോ? നമുക്കൊന്ന് കേൾപ്പിക്കാം കാഹളം. പോയിടം വേഗമണി ചേർന്നിടം ദൂരെ നവലോക കാഹളം കേട്ടുവോ പാരിതിൽ. അതാ പിന്നെ ചൂഷണം, അതെന്ത് പറ്റി തുടക്കത്തില്? ഒരു ചളുക്കം ഉണ്ടായിരുന്നു ചൂഷണത്തിന്. യഥാർത്ഥമായിട്ട് ചൂഷണമായിരുന്നു അത്, കേട്ടോ. ഇതൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ പിന്നെ ടോട്ടലി ഇത് രസമായിരുന്നു. ജന്മിയും പോലീസുകാരും ആണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എപ്പോഴും പഴയ സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ പോലീസുകാർ എപ്പോൾ ഇടി ഓടിക്കുന്ന ആളുകൾ ഭയങ്കര ചിരിയാ, ഒരു കാര്യമില്ലെങ്കിലും. നന്നായിരുന്നു കേട്ടോ സോങ്. താങ്ക് യു ശരത് സർ. ജോൺസൺ മാസ്റ്റർ പാടിയത് നല്ല ലൈവ്ലി ആയിരുന്നു. അതിന്റെ മൂഡ് വാസ് ഓക്കെ. ഇതിന്നൊരു സത്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ സംഗീതം ഏത് തരവും ആവാം, ശുദ്ധമായിരിക്കണം. അതെന്താണ് ആ സംഗീതം കൊണ്ട് എന്താണ് അതിന്റെ സൃഷ്ടാവ് അല്ലെങ്കിൽ കമ്പോസർ ഉദ്ദേശിക്കുന്നത്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവന്റെ സക്സസ്. അപ്പൊ ആ എന്ത് ഉദ്ദേശത്തിലാണോ ഈ പാട്ട് ഉണ്ടാക്കി ഇതിന്റെ ലൈൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ക്ലീൻ ആയിട്ട് കൺവേ ചെയ്തു. അതിന് കൺഗ്രാജുലേഷൻ. ഓഫ് കോഴ്സ് ടെക്നിക്കൽ ടെർമിനോളജിയിൽ കുറച്ച് ചിന്നനി ചെറിയ ഒക്കെ കാണും. ബട്ട് ആ സ്പിരിറ്റ് കറക്റ്റായിട്ട് കിട്ടി നമുക്ക്. ഐ ഗോട്ട് ഇറ്റ്. ആൻഡ് കൂടെ പ്രസന്റ് ചെയ്ത ദാറ്റ് വാസ് വെരി കമ്മ്യൂണിക്കേറ്റിംഗ്, വെരി 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 കമ്മ്യൂണിക്കേറ്റിംഗ്. നമുക്കെല്ലാം അറിയാവുന്നതാണ്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതും കൂടെയാണത്. അവർക്ക് പ്രത്യേകം കൺഗ്രാജുലേഷൻസ് ഉണ്ട്. പിന്നെ ഈ താരാരി അത് സോമന്റെ വോയിസിന്റെ ആ റേഞ്ച് അത് രജിസ്റ്റർ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം. ബട്ട് ഇങ്ങനെ ഒരു സോങ് എടുത്തത് അത്ര ഉജ്ജ്വലമായിട്ട് പ്രസന്റ് ചെയ്തതിന് അതിന്റെ ബാക്കപ്പ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഗീവ് ദം എ ബിഗ് അപ്ലോസ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഓക്കെ, സോ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു സമൂന്റെ ഈ സെക്കൻഡ് പെർഫോമൻസ് അല്ലെ, ഈ 13th സ്റ്റേജില്. സോ ഡെഫിനറ്റ്ലി മാർക്സിലേക്ക് കിടക്കാം. ഔട്ട് ഓഫ് 25, ശരത് സർ 20 മാർക്സ്. 20. താങ്ക് യു. വേണുചേട്ടാ 20. താങ്ക് യു സർ. ദീദി. സോംദാസ് 20. താങ്ക് യു. ആൻഡ് ജോൺസൺ മാസ്റ്റർ. ഞാൻ ഇതിന്റെ ഓവറോൾ ഐ വിൽ ഗിവ് ദം 22. 22. സമൂന്റെ ടോട്ടൽ മാർക്സ് 8 to 82. 82 മാർക്സ് ആണ്. അഗൈൻ നോട്ട് ബാഡ് അറ്റ് ഓൾ. കഴിഞ്ഞ റൗണ്ടിൽ എത്രയായിരുന്നു? 85, 82. വെരി ഗുഡ് സോമു. ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ